നിയമസഭയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി കമലേഷ് കൂടി ചേരുന്നുണ്ട്. ഡിജിറ്റൽ സർവകലാശാല നിയമ ഭേദഗതി ബില്ല് സഭയിൽ അവതരിപ്പിച്ചു. VC-യുടെ പ്രായപരിധി, സെർച്ച് കമ്മിറ്റി എന്നിവ ഉൾപ്പെട്ടതാണ് ബില്ല്. മുഖ്യമന്ത്രിക്ക് വേണ്ടി വ്യവസായ മന്ത്രി P. രാജീവാണ് ബില്ല് അവതരിപ്പിച്ചത്. കമലേഷ്, എന്താണ് ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ള മറ്റു കാര്യങ്ങൾ? സിജു, പ്രധാനമായും 6 ബില്ലുകളാണ് ഇന്ന് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടുകൊണ്ടുള്ള ചർച്ച ഈ അപരാഹ്ന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. ഇതിൽ ഈ സർവകലാശാലയിലെ ഈ ഡിജിറ്റൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതായത് നിയമ ഭേദഗതി ബില്ലാണ് ഇപ്പോൾ സഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഈ VC-യുടെ പ്രായപരിധി, അതുപോലെ തന്നെ സെർച്ച് കമ്മിറ്റി തീരുമാനിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എന്നിവ ഉൾപ്പെട്ടതാണ് ഈ ബിൽ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി വ്യവസായ മന്ത്രി P. രാജീവാണ് ഈ ബിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ചർച്ച കൂടാതെ തന്നെ അത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. മറ്റ് പ്രധാനപ്പെട്ട ബില്ലുകൾ ഇന്ന് വരുന്നത്, ഒന്ന് കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബില്ലാണ് 2025. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ 2025 കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യാ സർവകലാശാല ഭേദഗതി ബില്ലാണ്. അതുപോലെ 2025 മലയാള ഭാഷാ ബിൽ, അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി P. രാജീവാണ് സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2025 സർവകലാശാല നിയമങ്ങൾ സംബന്ധിച്ച 2 ബില്ലുകൾ, 3-ാം നമ്പർ ബില്ലും അതുപോലെ തന്നെ 4-ാം നമ്പർ ബില്ലും, 2 ബില്ലുകൾ, അതിൻ്റെ അവതരണമാണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വിമർശനം, അത് പ്രതിപക്ഷത്തിനെതിരെ ഉൾപ്പെടെ ഈ രാവിലെ മുതൽ ചോദ്യോത്തരവേള ഉൾപ്പെടെ തടസ്സപ്പെടുത്തുന്ന നിലയിലുള്ള ഇടപെടലാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ബില്ലുകൾ അവതരിപ്പിക്കുന്ന ഘട്ടത്തിലും ഈ സ്പീക്കറുടെ ഡയസിന് ചുറ്റും നിന്ന് സ്പീക്കറെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് പ്രതിപക്ഷം നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു വിമർശനമായി ഇപ്പോൾ P. രാജീവ് ഉൾപ്പെടെ പ്രധാനമായും പറഞ്ഞത്, 2 നിയമസഭാ സാമാജികർ, അതായത് പ്രതിപക്ഷ അംഗങ്ങൾ നേരത്തെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് സത്യഗ്രഹം ഇരുന്നിരുന്നു സഭയ്ക്ക് മുന്നിൽ. പക്ഷേ അവരിപ്പോൾ സത്യഗ്രഹം അവസാനിപ്പിച്ചിപ്പോൾ സഭയിൽ ഇരിക്കുന്നുണ്ട്, ഇപ്പോൾ സഭയുടെ ഭാഗമായി ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ പോലീസിനോടുള്ള മതിപ്പ് കൂടിയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ആ സമരം അവസാനിപ്പിച്ചിപ്പോൾ സഭയ്ക്കകത്ത് വന്നിട്ടുള്ളത്. പക്ഷേ ആ അംഗങ്ങൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് സഭയ്ക്കകത്ത് ഇരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുമില്ല എന്ന നിലയിലുള്ള ഒരു പരിഹാസം കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഏതായാലും സഭയിൽ ഇപ്പോൾ ബില്ല് അവതരണം പുരോഗമിക്കുകയാണ്. സിജു, ശരി, കമലേഷാണ് വിവരങ്ങൾ നൽകിയത്.